എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മത്തായി 9:1-2 വാക്യങ്ങൾ. അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്ന് സ്വന്തം പട്ടണത്തിൽ എത്തി. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷവാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കാം, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രക്ഷ മനുഷ്യൻ്റെ പൂർണ്ണ സൗഖ്യത്തിലൂടെ എന്നതാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കബർന്നഹൂമിൽ യേശു ഒരു തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്ന സംഭവമാണ് ഈ വേദഭാഗത്തെ പ്രതിപാദ്യം. ഗലീല കടലിന്റെ വടക്ക് പടിഞ്ഞാറൻ തീരത്തെ ഒരു പട്ടണമാണ് കബർന്നഹൂം. യേശു നസറേത്തിൽ നിന്നും ഇവിടെ താമസമാക്കിയെന്ന് മത്തായി 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലുണ്ട്. മധ്യധരണി കടൽ തീരത്ത് നിന്ന് ദമസ്കോസിലേക്കുള്ള വഴി ഇതിലെ കൂടെയായിരുന്നു. ഒരു ചുങ്കസ്ഥലവും ശതാധിപന്റെ കീഴിൽ റോമ പട്ടാള വകുപ്പും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഗലീലയിലെ യേശുവിൻ്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നു കബർന്നഹൂം. കബർന്നഹൂംകാരായ പത്രോസ്, അന്ത്രയോസ്, സെബദിയുടെ മക്കളായ യാക്കോബ്, യോഹന്നാൻ എന്നിവരെല്ലാം യേശുവിൻ്റെ ശിഷ്യന്മാരായി. ചുങ്കക്കാരായ ലേവിയും യേശുവിൻ്റെ ശിഷ്യനായി. അതുപോലെ കബർന്നഹൂമിലെ സിനഗോഗിൽ യേശു ക്രമമായി പോവുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ദേവാലയത്തിൽ തന്നെ യേശു അനേക രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഭൂതബാധിതർ, വരണ്ട കൈയുള്ള മനുഷ്യൻ, ഇങ്ങനെ ധാരാളം ആളുകൾ ഈ സിനഗോഗിൽ വെച്ച് സൗഖ്യമായിട്ടുണ്ട്. ശബത്തിൽ രോഗസൗഖ്യം നൽകിയതിൽ പരീശന്മാർ അസ്വസ്ഥരായി യേശുവിനെ കൊല്ലാൻ ആലോചിച്ചു. പത്രോസിന്റെ അമ്മാവി അമ്മയ്ക്ക് സൗഖ്യം നൽകിയതും യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചതും ഒരു ഉദ്യോഗസ്ഥന്റെ മകനെ സുഖപ്പെടുത്തിയതും യേശു ഇവിടെ ചെയ്ത സൗഖ്യമാക്കൽ ശുശ്രൂഷകളായിരുന്നു. രോഗികൾ മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടി വന്നവരാണ്. യേശുവിൻ്റെ കാലത്ത് മുടന്തരെ പൗരോഹിത്യത്തിൽ നിന്നും ഒക്കെ മാറ്റി നിർത്തിയിരുന്നു. കുഷ്ഠരോഗികൾക്ക് ദേവാലയത്തിലും പൊതുസ്ഥലങ്ങളിലും പ്രവേശനമില്ലായിരുന്നു. കാരണം പാപത്തിൻ്റെ അനന്തരഫലമാണ് രോഗം എന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. തളർവാദ രോഗിയുടെ നിസ്സഹായ അവസ്ഥയിൽ വേദനപ്പെടുകയും സൗഖ്യത്തിനായി യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഈ സംഭവത്തിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. എഴുന്നേൽക്കാൻ കഴിയാത്ത രോഗിയെ എടുത്ത് യേശുവിൻ്റെ അടുത്ത് എത്തിക്കാൻ വിധം താല്പര്യവും ഉത്സാഹവും സഹനവും ജാഗ്രതയും ഒക്കെ ഇവരെ പ്രകടമാക്കുന്നുണ്ട്. മറ്റുള്ളവർക്കായി ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘത്തെ കണ്ട യേശുക്രിസ്തു അവരുടെ ഈ മനോഭാവത്തെ അംഗീകരിക്കുകയാണ്. മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് നിസ്സഹായരുടെ രോഗത്തിലും പീഡയിലും ദുരിതങ്ങളിലും ആർദ്രതയും ഐക്യദാർഢ്യപ്പെടുന്ന വ്യക്തികളും സംഘങ്ങളും ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ മാത്രം സൗഖ്യവും ഉന്നതിയും അനുഗ്രഹങ്ങളും മാത്രം നോക്കി ജീവിക്കുന്നതല്ല വിശ്വാസം. ഞങ്ങളുടെ ആഹാരവും ഞങ്ങളുടെ ക്ഷമയും യാചിക്കാൻ കർത്താവ് ഒരിക്കലും പഠിപ്പിച്ചില്ല. യേശുവിൻ്റെ വ്യത്യസ്ത ജീവിത ശൈലിയിലേക്കും മറ്റുള്ളവരെ കൊണ്ടുവരുന്ന ഒരു ആത്മീയതയാണ് ഇന്ന് ആവശ്യം. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ഒരു സ്വാർത്ഥപരമായ പ്രാർത്ഥനയ്ക്കല്ല കർത്താവ് ആഹ്വാനം ചെയ്യുന്നത്. കാരണം ഞങ്ങൾ എന്ന് പറയുന്നതിനപ്പുറത്ത് അവരരുണ്ട്. ഇതൊരു ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ഫോമാണ് ഞങ്ങൾ എന്ന് പറയുന്നതും നമ്മൾ എന്ന് പറയുന്നതും. അപ്പം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുക.
അപ്പൊ അപ്പുറത്തുള്ള ആളുകളുടെ കടങ്ങൾ ആരാണ് ക്ഷമിക്കുക? ഇതിനെക്കുറിച്ച് വിമർശനാത്മകമായ പഠനം പുതിയ നിയമത്തിലുണ്ട്. അവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപം മാത്രം ക്ഷമിക്കുക എന്നതല്ല. പിന്നെയോ തങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ പാപങ്ങൾ മോചിക്കുന്നതിനും രോഗങ്ങൾ സൗഖ്യമാക്കുന്നതിനും ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രവർത്തിക്കാൻ നമുക്ക് ബാധ്യസ്ഥതയുണ്ട് എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. കപർന്നഹൂമിലെ വീട്ടിൽ യേശുക്രിസ്തു പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ 4 പേര് തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുക്കൽ സൗഖ്യത്തിനായി കൊണ്ടുവന്നു എന്നാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുരുഷാര നിമിത്തം വാതിൽക്കൽ പോലും സ്ഥലമില്ലാത്തതുകൊണ്ട് യേശു പ്രസംഗിച്ച വീടിന്റെ മേൽപ്പുര പൊളിച്ച് ഈ രോഗിയെ കൂട്ടുകാർ യേശുവിൻ്റെ മുമ്പിൽ കിടക്കയോടെ ഇറക്കി വയ്ക്കുന്നു. യേശുവിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന പുരുഷാരവും ഈ സൗഖ്യമാക്കൽ പ്രക്രിയയിൽ നിർണായക ഘടകമാണ്. സ്വസ്ഥമായിരുന്ന ആ വീടും അന്തരീക്ഷവും തളർവാദ രോഗിയുടെ സാന്നിധ്യവും വീടിൻ്റെ മേൽപ്പുരയുടെ പൊളിക്കലും അസ്വസ്ഥതകളും അലങ്കോലവും ഒക്കെ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടാവാം. പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന പുരുഷാരത്തിൻ്റെ സ്വസ്ഥതയും ക്രമവും അച്ചടക്കവും തളർവാദ രോഗിയുടെ പ്രവേശനം ബാധിച്ചിട്ടുണ്ടാവാം. എന്നാൽ മറ്റുള്ളവരുടെ സൗഖ്യത്തിനും പൂർണ്ണതയ്ക്കും പാപമോചനത്തിനും വേണ്ടി തങ്ങളുടെ ചെറിയ സൗകര്യങ്ങളും നിലവിലുള്ള ക്രമവും തടസ്സമാകരുത് എന്ന് ചിന്തിക്കുന്ന പുരുഷാരത്തിൻ്റെ മനോഭാവം വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ ഒരു വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു ചിന്ത, നമ്മുടെ സുഖസൗകര്യങ്ങളും അവകാശങ്ങളും മുൻഗണനയും അവസരങ്ങളും അർഹതപ്പെട്ടതുമൊക്കെ മറ്റുള്ളവർക്കായി മനഃപൂർവ്വം നഷ്ടപ്പെടുത്തുമ്പോഴാണ് വ്യക്തികളും സമൂഹങ്ങളും പൂർണ്ണരാകുന്നത്. പാപമാണ് രോഗത്തിന്റെ കാരണമെന്ന് പരമ്പരാഗതമായി ചിന്തിച്ചിരുന്ന സമൂഹത്തിൽ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാണ് യേശുക്രിസ്തു ഈ രോഗിയോട് പറയുന്നത്. അപ്പോൾ ആ രോഗിയെ കാണുന്ന ആളുകളുടെ മനസ്സിലും ഒരു മാനസാന്തരത്തിന്റെ അല്ലെങ്കിൽ വിചിന്തനത്തിന്റെ തിരികൊളുത്താൻ കർത്താവിൻ്റെ വാക്കുകൾ സഹായകരമാണ്. നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ സൗഖ്യത്തിനായും രക്ഷയ്ക്കായും പൂർണ്ണതയ്ക്കായും നമ്മുടെ ചില സൗകര്യങ്ങളും സുഖങ്ങളും ഒന്ന് വേണ്ട എന്ന് പറയുന്നതും മാറ്റിവെക്കുന്നതും അനുഗ്രഹത്തിന് കാരണമാകും. കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയിൽ അങ്ങനെ നമ്മളും പങ്കാളികളാകും എന്ന തിരിച്ചറിവോടെ മറ്റുള്ളവരുടെ പൂർണ്ണതയ്ക്കായി നമ്മുടെ ചില സുഖങ്ങളെയും സൗകര്യങ്ങളെയും മാറ്റി നിർത്താനുള്ള മനോഭാവം വളർത്തിയെടുക്കാൻ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നോമ്പിൻ്റെ നാളുകളിൽ മറ്റുള്ളവരുടെ നന്മയ്ക്കായും സൗഖ്യത്തിനായും പൂർണ്ണതയ്ക്കായും ഞങ്ങളുടെ ചില സുഖങ്ങളെ സൗകര്യങ്ങളെ മാറ്റി നിർത്താനുള്ള കൃപയും മനസ്സലിവും ഞങ്ങൾക്ക് നൽകണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെയും കരുണ കൂടെയിരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരുണ കൂടെയിരുന്ന് പുതിയ അനുഭവങ്ങളിലൂടെ വഴി നടത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നത് ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും കൃപയും ആലോചനയും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.